പ്രിയമുള്ളവരെ, വചനജ്വാല 1562 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ 10 ബുധനാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, വചനജ്വാല 1562 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ 10 ബുധനാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ഭൂമിയിലെ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷകന്റെ ആഗമനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. ഇന്ന് 10-ാം ദിവസം. ഇന്നത്തെ വചന വായനയിൽ ഏശയ്യായുടെ പുസ്തകം 23-ാം അധ്യായം 5 മുതൽ 18 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ടയറിനെ കുറിച്ചുള്ള ഈ വാർത്ത കേട്ട് ഈജിപ്ത് കഠിന ദുഃഖത്തിലാകും. തീരദേശവാസികളെ താർഷീഷിലേക്ക് കടന്ന് വിലപിക്കുവിൻ. ഇതാണോ പണ്ടേ സ്ഥാപിതമായ ആഹ്ലാദപൂർണമായ നിങ്ങളുടെ നഗരം? ഇതാണോ വിദൂരങ്ങളിൽ നിന്ന് താവളങ്ങൾ ഉറപ്പിച്ച നഗരം? രാജാക്കന്മാരെ വാഴിച്ചിരുന്ന ടയറിന്റെ മേൽ ഭൂമിയിലെങ്ങും ആദരണീയരായ വർത്തക പ്രഭുക്കന്മാർ ഉണ്ടായിരുന്ന ടയറിന്റെ മേൽ ആരാണ് ഈ അനർത്ഥം വരുത്തിയത്? ഭൂമിയിലെ സർവമഹത്വത്തിന്റെയും അഹങ്കാരത്തെ നിന്ദിക്കാൻ ഭൂമിയിലെ മഹാന്മാരെ അവമാനിതരാക്കാൻ സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് ചെയ്തത്. താർഷീഷിന്റെ പുത്രി, നൈൽ തടത്തിൽ എന്ന പോലെ കൃഷി ഇറക്കുക. തുറമുഖങ്ങൾ നശിച്ചുപോയി. അവിടുന്ന് സമുദ്രത്തിന്മേൽ കരം നീട്ടി രാജ്യങ്ങളെ വിറപ്പിച്ചു. കാനാനിലെ ശക്തി ദുർഭുഖങ്ങളെ നശിപ്പിക്കാൻ കർത്താവ് കൽപ്പന നൽകി. അവിടുന്ന് അരുളി ചെയ്തു, മർദ്ദിതരായ സീദോൻ കന്യകേ, നിന്റെ ആഹ്ലാദം അവസാനിച്ചു. എഴുന്നേറ്റ് സൈപ്രസിലേക്ക് പോവുക. അവിടെയും നിനക്ക് ആശ്വാസം ലഭിക്കുകയില്ല. കൽദായരുടെ ദേശം കണ്ടാലും ഇതാണ് ആ ജനത. ഇത് അസീറിയ ആയിരുന്നില്ല. അവർ ടയറിനെ വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവർ അവിടെ ഉപരോധ ഗോപുരങ്ങൾ പടുത്തുയർത്തുകയും അവളുടെ കൊട്ടാരങ്ങൾ ഇടിച്ചു തകർക്കുകയും ചെയ്തു. അവർ അവളെ നാശകൂമ്പാരമാക്കി. താർഷീഷിലെ കപ്പലുകളെ വിലപിക്കുവിൻ. നിങ്ങളുടെ ശക്തിദുർഗം ശൂന്യമായിരിക്കുന്നു. ഒരു രാജാവിന്റെ ജീവിതകാലമായ 70 വർഷത്തേക്ക് ടയർ വിസ്മരിക്കപ്പെടും. ആ 70 വർഷം പൂർത്തിയാകുമ്പോൾ വേശ്യയുടെ ഗാനത്തിൽ പറയുന്നത് പോലെ ടയറിന് സംഭവിക്കും. വിസ്മൃതമായ സൈരണി വീണമീട്ടി നഗരത്തിന് പ്രദക്ഷിണം വയ്ക്കുക. മധുര സംഗീതം പൊഴിക്കുക. ഗാനങ്ങൾ ആലപിക്കുക. നിന്നെ അവർ ഓർക്കട്ടെ. 70 വർഷം പൂർത്തിയാകുമ്പോൾ കർത്താവ് ടയറിനെ സന്ദർശിക്കും. അവൾ തൊഴിൽ പുനരാരംഭിക്കും. ഭൂമുഖത്തുള്ള എല്ലാ രാജ്യങ്ങളുമായി അവൾ വേശ്യാവൃത്തിയിൽ ഏർപ്പെടും. അവളുടെ വ്യാപാര ചരക്കുകളും സർവാദായങ്ങളും കർത്താവിനെ സമർപ്പിക്കപ്പെടും.
അവ സംഭരിക്കുകയോ പൂഴ്ത്തിവെക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ അവരുടെ വ്യാപാര ചരക്കുകൾ കർത്താവിന്റെ മുൻപിൽ വ്യാപരിക്കുന്നവർക്ക് സമൃദ്ധമായ ഭക്ഷണവും മോടിയുള്ള വസ്ത്രവുമായി ഭവിക്കും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ എവുലാലിയായെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ഡയോക്ലീഷ്യന്റെയും മാക്സിമിന്റെയും മതപീഡന കാലത്ത് സ്പെയിനിൽ മെരീഡ നഗരത്തിൽ 291 ഒരു പ്രഭു കുടുംബത്തിൽ എവുലാലിയ ഭൂജാതയായി. ബാല്യത്തിൽ തന്നെ ഒരു കന്യകയായി ജീവിക്കാൻ പ്രതിജ്ഞ ചെയ്തു. എവുലാലിയയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ മതപീഡനം വിളംബരം ചെയ്തപ്പോൾ കുടുംബത്തിലോടൊപ്പം ഒരു ഗ്രാമത്തിലേക്ക് മാറി താമസിച്ചു. അവിടെ നിന്നും ഒരു സഖിയോടൊപ്പം രാത്രി ക്രിസ്ത്യാനികളെ മർദ്ദിക്കുന്നത് നിർത്താൻ ഗവർണറോട് ആവശ്യപ്പെട്ടു. പല പല വാഗ്ദാനങ്ങൾ നൽകി അവളെ വശീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ കൂട്ടാക്കിയില്ല. മർദ്ദകർ ഈയക്കട്ടിയുള്ള ഒരു ചമ്മട്ടി കൊണ്ടടിക്കുകയും മുറിവുകളിൽ തിളച്ച എണ്ണ ഒഴിക്കുകയും കത്തുന്ന പന്തങ്ങൾ ദേഹത്തും മാറിലും വെക്കുകയും ചെയ്തു. എല്ലാം നന്ദി നിറഞ്ഞ മനസ്സോടെ സഹിച്ചു. ഇത് കണ്ട ക്രുദ്ധനായ ഗവർണർ അവളുടെ മാംസം ഇരുമ്പ് കൊളുത്തുകൊണ്ട് കീറിയെടുത്ത് എല്ലുകൾ നഗ്നനാക്കാൻ ആവശ്യപ്പെട്ടു. ഈ സഹനങ്ങൾ അങ്ങയുടെ മണവാട്ടിയാക്കാൻ എന്നെ യോഗ്യയാക്കണമേ എന്ന് പറഞ്ഞ് പിന്നീട് തീയിട്ട് കൊല്ലുകയാണ് ഉണ്ടായത്. ഒരു പ്രാവ് അവളുടെ അധരങ്ങളിൽ നിന്നും പറന്നു പോകുന്നത് അവിടെ കൂടിയിരിക്കുന്നവർ കണ്ടു അത്രേ. വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിയുടെ ധീരമായ സഹനം നമുക്ക് ഒരു വെല്ലുവിളിയാണ്. പ്രിയമുള്ളവരെ, രക്തസാക്ഷിയായ വിശുദ്ധ എവുലാലിയായുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.